ടു ഫാസ്റ്റ് കുക്ക് ജംഗ്ഷൻ സ്പെഷ്യൽ പുട്ടും എല്ലുകറിയും. അപ്പോൾ ഞാനിവിടെ 2 വലിയ എല്ലും കുറച്ച് ബീഫും എടുത്തിട്ടുണ്ട്. അതിൽ എല്ല് മാത്രം ഞാൻ സെപ്പറേറ്റ് കഴുകി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ല് കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് വേവിക്കാൻ വെക്കുകയാണ്. അടുത്തത് ഗ്രേവി സെറ്റ് ചെയ്യാൻ ഇത്രയും ഐറ്റംസാണ് ഈ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഉള്ളി ചേർക്കാം. അപ്പോൾ വെല്ലുള്ളി ചോപ്പ് ചെയ്തത് ഞാൻ ഒന്ന് ഫുള്ളും എടുത്തിട്ടുണ്ട്, അതാണ് വഴറ്റുന്നത്. അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച കുറച്ച് ഇഞ്ചിയുണ്ട്, അത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 5-10 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി മല്ലിയിലയുടെ ചുവ ഇഷ്ടപ്പെടുന്നവർ മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി വഴണ്ടതിന് ശേഷം ബീഫ് ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ചാറ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് കുറുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി വീണ്ടും വഴറ്റിയെടുക്കുക. ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റാണ്. ഇനി കുക്കർ തുറന്നു. കുക്കറിൽ എല്ലും ഇവിടെ സെറ്റാണ്. ഇനി അതിലേക്ക് ഇറച്ചിയും ഈ ഗ്രേവിയും കൂടി ബാക്കി വന്നത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് വീണ്ടും വേവിക്കാൻ വെക്കുക. അപ്പോൾ നമ്മുടെ എല്ല് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്താലോ? കഴിഞ്ഞില്ല, ഇത് ചുമ്മാ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാനിവിടെ ഓറഞ്ച് പുട്ടും കൂടി അതിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഇതിനകത്തില്ല, ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരാം. വെരി സിമ്പിൾ. നമ്മൾ ഏത് പുട്ടാണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് പുട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓറഞ്ചിൻ്റെ ചാറ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓറഞ്ച് പുട്ട് റെഡിയാണ്. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എല്ല് കറിയും ഈ പുട്ടും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫാസ്റ്റ് കുക്ക് ജംഗ്ഷൻ.